നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. സഭാംഗങ്ങളുടെ പെരുമാറ്റച്ചട്ടം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 7 മുതൽ 11 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ക്ഷണിക്കപ്പെട്ടവർ മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കണ്ടിട്ട് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ഒരുത്തൻ നിന്നെ കല്യാണത്തിന് വിളിച്ചാൽ മുഖ്യാസനത്തിൽ ഇരിക്കരുത്. പക്ഷെ നിന്നിലും മാനമേറിയവനെ അവൻ വിളിച്ചിരിക്കാം. പിന്നെ നിന്നെയും അവനെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് ഇടം കൊടുക്ക എന്ന് നിന്നോട് പറയുമ്പോൾ നീ നാണത്തോടെ ഒടുക്കത്തെ സ്ഥലത്ത് പോയി ഇരിക്കേണ്ടി വരും. നിന്നെ വിളിച്ചാൽ ചെന്ന് ഒടുക്കത്തെ സ്ഥലത്തിരിക്ക. നിന്നെ ക്ഷണിച്ചവൻ വരുമ്പോൾ നിന്നോട് സ്നേഹിത മുന്നോട്ട് വന്ന് ഇരിക്ക എന്ന് പറവാനിടവരട്ടെ. അപ്പോൾ പന്തിയിൽ ഇരിക്കുന്നവരുടെ മുമ്പിൽ നിനക്ക് മാനം ഉണ്ടാകും. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. നമ്മുടെ കർത്താവിനെ ഒരു ശബത്തിൽ ഒരു വീട്ടിൽ വിരുന്നിനെ ക്ഷണിച്ചിരിക്കുകയാണ്. ആ സമയത്ത് മഹോദരമുള്ള അല്ലെങ്കിൽ വയറുവീർക്കയുടെ അസുഖമുള്ള ഒരാളെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് യേശുവിനെ കൊടുക്കാനാണ്. പക്ഷേ യേശു അവന് ധൈര്യത്തോടെ സൗഖ്യം നൽകി അവരെ ഒരു പാഠം പഠിപ്പിച്ചു. ശബത്തിൽ നന്മ ചെയ്യുക എന്നുള്ളത് ദൈവത്തിന് ഇഷ്ടമാണ്. അല്ലെങ്കിൽ ആളുകൾക്ക് സ്വസ്ഥത നൽകുക, അത് ദൈവത്തിന് ഇഷ്ടമാണ്. ശബത്ത് എന്നുള്ള ആ പേര് നമ്മുടെ പെരുമാറ്റത്തിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ ആ ദിവസം വെളിപ്പെടുത്തുന്നത് ദൈവത്തിന് ഇഷ്ടമാണ് എന്ന് യേശു തെളിയിച്ചു. അതിനുശേഷം യേശു കൂടി വന്ന ജനത്തോട് പറയുകയാണ്, നിങ്ങളെ ഒരു വിരുന്നിന് അല്ലെങ്കിൽ കല്യാണത്തിന് ആരെങ്കിലും ക്ഷണിച്ചാൽ നിങ്ങൾ ഏറ്റവും പുറകിലെ പോയിരിക്കാവൂ. കാരണം നിങ്ങളെക്കാൾ മാനമേറിയ ആളെ അയാൾ ക്ഷണിച്ചിട്ടുണ്ടാകാം. യേശു ഇത് പറയുന്നത് ക്ഷണിക്കപ്പെട്ടവർ മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കണ്ടിട്ടാണ്. യേശു പരീശന്മാരെയും ശാസ്ത്രിമാരെയും ശാസിച്ചുകൊണ്ട് പറഞ്ഞത് പരീശന്മാരും ശാസ്ത്രിമാരും അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും ആഗ്രഹിക്കുന്നുവെന്നാണ്. അപ്പോൾ അവർ തങ്ങളെ തന്നെ വലിയവരായിട്ട് കാണിക്കാൻ ആഗ്രഹിക്കുന്നു. തന്നെത്താൻ അവർ ഉയർത്തുകയാണ്. യേശു പറഞ്ഞു, അങ്ങനെയല്ല, നീ ഏറ്റവും പുറകിൽ പോയിരിക്കുക. അപ്പോൾ നിന്നെ വിളിച്ചയാള് അടുക്ക വന്നിട്ട് നീ മുന്നിൽ വന്നിരിക്കുക എന്ന് പറയുമ്പോൾ നിനക്ക് മാന്യതയുണ്ടാകും. അല്ല, നീയാണ് മുന്നിൽ കയറി ഇരിക്കുന്നതെങ്കിൽ നിന്നെ ക്ഷണിച്ചവൻ നീ പുറകിൽ പോയിരിക്കുക എന്ന് പറയുമ്പോൾ നിന്റെ മാന്യത നഷ്ടപ്പെടുവാൻ ഇടയായിത്തീരും. കർത്താവായ യേശുക്രിസ്തു ഇത് പറഞ്ഞത് യഹൂദന്മാരെല്ലാവരും ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു പെരുമാറ്റച്ചട്ടമല്ല. യേശു പറഞ്ഞ മിക്ക കാര്യങ്ങളും, യേശു പഠിപ്പിച്ച പ്രാർത്ഥനയുടെ കാര്യമായാലും ആരാധനയുടെ കാര്യമായാലും അല്ലെങ്കിൽ തിരുവത്താഴത്തിൻ്റെ കാര്യമായാലും സ്നാനത്തിൻ്റെ കാര്യമായാലും ഇതെല്ലാം തന്നെ സഭയ്ക്ക് വേണ്ടിയാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. വാസ്തവത്തിൽ സഭ പിന്നീടാണ് സ്ഥാപിതമായത് എന്നുള്ളത് ശരിയാണെങ്കിലും യേശു ഇത് പറഞ്ഞതെല്ലാം സഭയ്ക്ക് വേണ്ടിയാണ്. വാസ്തവത്തിൽ സഭാംഗങ്ങൾക്ക് മാത്രമേ അത് പ്രായോഗമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. താനും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് പുതിയ സൃഷ്ടിയായി തീർന്ന ഒരാൾക്ക് മാത്രമേ സ്ത്രീയെ മോഹത്തോടെ നോക്കാതിരിക്കാൻ കഴിയൂ, സഹോദരനോട് കോപിക്കാതിരിക്കാൻ കഴിയൂ, അന്യൻ്റേത് ആഗ്രഹിക്കാതിരിക്കാൻ കഴിയൂ, അപ്പനെയും അമ്മയും ശരിക്ക് അവനെ മാത്രമേ ബഹുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഈ കാര്യവും, അതായത് മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണുക എന്നുള്ളത് അത് ക്രിസ്തുയേശുവിലുള്ള ഭാവമാണ് എന്നാണ് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണണം. അതായത് എന്നെക്കാൾ കൃപാവരം ദൈവം ഹൃദയത്തിൽ നൽകിയിട്ടുള്ളത് മറ്റവനായിരിക്കാം. നമ്മൾ പൊതുവെ പണത്തിൻ്റെയും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ആളുകളെ ബഹുമാനിക്കുന്നത്.
പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം ഇയ്യോബിനെ കുറിച്ച് ആദ്യം പറഞ്ഞത് എന്താണ്? ഇയ്യോബിനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും വേറെ ആരുമില്ല എന്നാണ്. അല്ലാതെ ഇയ്യോബ് പണക്കാരനായിരുന്നു എന്നല്ല, അതൊക്കെ പിന്നീടാണ് പറയുന്നത്. അപ്പോൾ ദൈവം ആളുകളുടെ ഭക്തിയാണ് വിലമതിക്കുന്നത്. നമ്മളും അങ്ങനെ ആയിരിക്കണം. ഒരുപക്ഷെ എന്നേക്കാൾ ഭക്തിയുള്ള, എന്നേക്കാൾ കൃപാവരമുള്ള, എന്നേക്കാളധികം ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ആളുകൾ ഇവിടെ വന്നേക്കാം. അതുകൊണ്ട് ഞാൻ ഏറ്റവും പുറകിൽ ഇരിക്കാമെന്നുള്ള ആ ഒരു താഴ്മ, അത് ആണ് സഭാവിശ്വാസികൾക്ക് വേണ്ടത്. അപ്പോൾ ദൈവം അവരെ ഉയർത്തും. പത്രോസിന്റെ ലേഖനത്തിൽ നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ട്, അതുകൊണ്ട് ദൈവം നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ അവൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. തീർച്ചയായിട്ടും നമ്മളെ തന്നെ താഴ്ത്തിക്കൊണ്ട് എന്നേക്കാൾ ശ്രേഷ്ഠൻ ഒരുപക്ഷെ ഇവിടെ ഉണ്ടായിരിക്കാം എന്ന് ചിന്തിച്ച് അവർക്ക് അവസരം കൊടുത്ത് അവരെ ബഹുമാനിക്കുവാൻ ഉള്ള ഒരു മനോഭാവം നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ മാനിക്കുകയും നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യും. മോശയെ ദൈവം വിളിച്ചപ്പോൾ മോശ പറയുന്നത്, കർത്താവേ, ഞാൻ പോരാത്തവനാണ്, ഞാൻ വിക്കനാണ്, അതുകൊണ്ട് നീ മറ്റൊരാളെ അയക്കണം, എന്നേക്കാൾ യോഗ്യനായ ഒരാളെ അയക്കണം എന്നാണ് മോശ പറയുന്നത്. അതാണ് താഴ്മ. അപ്പോഴാണ് ദൈവം അവനെ ശക്തിപ്പെടുത്തി, നീ പേടിക്കേണ്ട, ഞാൻ കൂടെ ഇരിക്കും എന്ന് പറഞ്ഞ് അവനെ തന്നെ നിയോഗിക്കുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സഭാംഗങ്ങളെ സംബന്ധിച്ച് അവരുടെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട പെരുമാറ്റച്ചട്ടം, അവർ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണണം. അതാണ് ക്രിസ്തുയേശുവിലുള്ള ഭാവം, അതാണ് ശരിയായ ഭക്തി എന്ന് പറയുന്നത്. ദൈവം നമ്മേവരെയും ഈ ബാലപാഠങ്ങളൊക്കെ പഠിക്കുവാൻ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.